അങ്ങനെ കഴിഞ്ഞ ദിവസം പി.വി. അൻവർ തന്റെ പൊതുയോഗവും നടത്തിക്കൊണ്ട് തന്റെ യാത്ര തുടരുകയാണ്. വലിയ മാധ്യമ ശ്രദ്ധയും അതോടൊപ്പം തന്നെ വലിയ ജനപങ്കാളിത്തവുമാണ് നിലമ്പൂർ ചന്തക്കുന്നിലെ ഈ പൊതുയോഗത്തിന് ഉണ്ടായിട്ടുള്ളത്. പൊതുയോഗം തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾ, മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ എത്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ചാനലുകാർ മറ്റെല്ലാ അന്തിച്ചർച്ചകളും ഇന്നലെ മാറ്റിവെച്ചുകൊണ്ട് പി.വി. അൻവറിന്റെ പരിപാടിയായിരുന്നു കവറേജ് ചെയ്തത്. കാരണം ഇന്ന് റേറ്റിംഗിൽ ഏറ്റവും കൂടുതൽ മുമ്പിൽ നിൽക്കുന്നത് പി.വി. അൻവർ തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ ചാനലുകാർ ഇന്നലെ അന്തിച്ചർച്ചയ്ക്ക് പകരം പി.വി. അൻവറിന്റെ പരിപാടിയുടെ സംപ്രേഷണമടക്കം നൽകിയിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതിങ്ങനെയുണ്ടായ സാഹചര്യം എന്താണെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക, പി.വി. അൻവർ ഉയർത്തിവിട്ട രാഷ്ട്രീയ ആരോപണങ്ങളുടെ ശരികളാണ് ആളുകളെ അവിടെ എത്തിച്ചിട്ടുള്ളത് എന്നാണ്. ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ പാർട്ടിയെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ പിണറായി വിജയനെ പ്രത്യേകിച്ചും അതോടൊപ്പം തന്നെ കേരളത്തിലെ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ പരാജയങ്ങളും ഇതടക്കമുള്ള ആ സംഭവങ്ങൾ ജനങ്ങളെ ബാധിച്ചു, വളരെയധികം ബാധിച്ചു. അതിന്റെ കെടുതികൾ ജനങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ജനസാമാന്യം ഇതിനൊരു മറുപടി നൽകണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇത്തരം പൊതുയോഗത്തിലേക്ക് എത്തിച്ചേർന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലാതെ പി.വി. അൻവർ എന്തെങ്കിലും പൈസ കൊടുത്തോ അല്ലെങ്കിൽ പി.വി. അൻവറിന്റെ സ്വാധീനം ഉപയോഗിച്ചോ അവിടെ എത്തപ്പെട്ട ആളുകളല്ല. സ്വാഭാവികമായിട്ടും ചാനലുകാർക്ക് മുഴുവൻ ഇത് കവറേജായി നൽകേണ്ടി വരികയും ചെയ്തു. അപ്പോൾ അതിൽ പി.വി. അൻവർ പുതുതായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. പൊതുയോഗത്തിൽ താൻ രാഷ്ട്രീയ പാർട്ടി വേണോ വേണ്ടയോ എന്ന് ജനങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് തീരുമാനിക്കും എന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഏതായാലും പുതിയൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യം കേരളത്തിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഓൾറെഡി ഇവിടെ നിരവധി പാർട്ടികളുണ്ട്, മുന്നണികളുണ്ട്. ഇനി പി.വി. അൻവറും കൂടി പിണറായി വിരുദ്ധ രാഷ്ട്രീയ പാർട്ടിക്ക് അത്തരമൊരു കാര്യം മാത്രം വെച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ സാധ്യമല്ല. പിന്നെ പി.വി. അൻവർ എന്ന വ്യക്തിത്വത്തിന് അത്തരം സ്വാധീനമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. പക്ഷെ ഒരു ലോങ് ടേം റണ്ണിങ് നോക്കുമ്പോൾ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് ഈ ഒരു വിഷയത്തിൽ മാത്രം ഊന്നിക്കൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം സാധ്യവുമല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും പി.വി. അൻവർ ഉയർത്തിവിട്ട ആശയങ്ങൾ, പി.വി. അൻവർ ഉയർത്തിവിട്ട ആരോപണങ്ങൾ അത് വളരെ ഗുരുതരമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായ ചില കാര്യങ്ങൾ കൂടി ഇന്ന് സംഭവിച്ചു. ഡൽഹിയിൽ നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ദ ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ മലപ്പുറം ജില്ലക്കെതിരായ ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. ആരോപണങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, ഒരു മുഖ്യമന്ത്രിയാണ്, ഒരു സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമുള്ള ആഭ്യന്തരമന്ത്രി കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ആരോപണങ്ങൾ പറയാൻ പാടില്ലല്ലോ. പകരം യാഥാർത്ഥ്യമാണ് പറയേണ്ടത്. ഒരു സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമുള്ള മുഖ്യമന്ത്രിയാണ് എങ്കിൽ അദ്ദേഹം മലപ്പുറം ജില്ലയുടെ സ്വർണ്ണക്കടത്തിന്റെയും ഹവാല ഇടപാടുകളും രാജ്യദ്രോഹ പ്രവർത്തനത്തിന് ഉപയോഗപ്പെടുത്തുന്നതിന്റെ കേന്ദ്രമായിട്ടാണ് പറഞ്ഞത്. വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം വി.എസ്. അച്യുതാനന്ദൻ പറഞ്ഞ ഈ ഒരു മുസ്ലിം രാജ്യം 20 വർഷത്തിനുള്ളിൽ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ, ലവ് ജിഹാദ് തുടങ്ങിയ സംഭവങ്ങൾ അന്ന് ഡൽഹിയിൽ പോയി പറഞ്ഞത് മുഖ്യമന്ത്രി അച്യുതാനന്ദനാണെങ്കിൽ ഇന്ന് അതേ ചരിത്രം ആവർത്തിച്ചുകൊണ്ട് പിണറായി വിജയനാണ് ഇപ്പോൾ ഇത്തരം ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. എന്താണ് പിണറായി വിജയൻ പറഞ്ഞത് എന്ന് നമുക്ക് ആദ്യം കണ്ടു നോക്കാം. മലപ്പുറത്തെ സ്വർണ്ണക്കടത്ത് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കഴിഞ്ഞ 5 വർഷത്തിനിടെ 150 കിലോ സ്വർണവും 123 കോടി രൂപയുടെ ഹവാലയും മലപ്പുറത്ത് നിന്ന് പോലീസ് പിടികൂടി. കടത്തിയ സ്വർണവും ഹവാലയും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് എന്നും മുഖ്യമന്ത്രി. ദ ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിലാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം. മുഹമ്മദ് അസ്ലം കൂടുതൽ വിവരങ്ങൾ നൽകും. അസ്ലം, ദ ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിലാണ് അങ്ങനെയാണ് കാര്യങ്ങൾ. അതായത് മലപ്പുറം ജില്ലയിൽ നിന്ന് അല്ലെങ്കിൽ കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും പുറത്തു വന്ന 125 കിലോ സ്വർണം പോലീസ് പിടികൂടി. അത് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് തീവ്രവാദ ശക്തികൾ ഇതുപയോഗിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കൂടിയായ, കേരളത്തിന്റെ സുരക്ഷയുടെ മേൽനോട്ടം വഹിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ മലപ്പുറം ജില്ലയിലാണ് ഇതിന്റെ കേന്ദ്രം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ആദ്യം മുതൽ തന്നെ ഈ ഒരു പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഈ സ്വർണം പിടിച്ചതൊക്കെ ഈ തീവ്രവാദം, ഭീകരവാദവും അല്ലെങ്കിൽ അന്താരാഷ്ട്ര തീവ്രവാദ പ്രവർത്തനങ്ങൾക്കാണ് എന്ന് മുഖ്യമന്ത്രിക്ക് എവിടെ നിന്നാണ് വിവരം കിട്ടിയത്? അതിനുതകുന്ന തെളിവുകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടോ? ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ കയ്യിലുണ്ടോ? അല്ലെങ്കിൽ പോലീസ് കൊടുത്ത റിപ്പോർട്ടുകൾ ഉണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസികൾ അത്തരം റിപ്പോർട്ട് അദ്ദേഹത്തിന് കൊടുത്തോ? ഇതുവരെ ആയിട്ടും അദ്ദേഹം കേരളത്തിൽ ഇത്തരം ഒരു കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷെ ഹിന്ദുവിന് ഇത്തരം ഒരു അഭിമുഖം കൊടുത്തപ്പോൾ ഇത്തരം വിവരങ്ങൾ അദ്ദേഹം എവിടെ നിന്നാണ് കിട്ടിയത്? അത് കേരളത്തിന്റെ ജനതയെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതല്ലാതെ ഇത് ഇത് എന്നുള്ളത് വളരെ വലിയ പ്രശ്നമാണ്. കാരണം മലപ്പുറം ജില്ലയെ പ്രത്യേകിച്ചും ടാർഗറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിലുള്ള ഭരണകൂടവും സംഘപരിവാറിനൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള ആരോപണങ്ങളുടെ ബാക്കി പത്രമാണ് അൻവറിന്റെ ബാക്കി വിവരങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അൻവർ ഉയർത്തിയ പ്രശ്നങ്ങളും ബാക്കിയൊക്കെ അതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം, അതിന് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉള്ള തെളിവുകൾ അദ്ദേഹം വിടേണ്ടതുണ്ട്. കേരളത്തിലുള്ള ഏത് സംഘടനയാണ്, ഏത് മുസ്ലിം സംഘടനയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നുള്ളത്, അത് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്തിയത്, അവർ നടത്തിയ തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഈ സ്വർണം വരുന്നത് എവിടെ നിന്നാണ്, ഇത് എവിടെയാണ്, ആർക്കാണ് കൊണ്ടു കൊടുക്കുന്നത്, ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികൾ ആരൊക്കെയാണ്, അവർക്ക് ഏതൊക്കെ സംഘടനകളുമായി ബന്ധമുണ്ട് എന്ന് വ്യവസ്ഥാപിതമായി കൃത്യമായി തെളിയിക്കാനും അതോടൊപ്പം തന്നെ അത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുമുള്ള ബാധ്യത പിണറായി വിജയനുണ്ട്. അതുകൊണ്ട് തന്നെ ദ ഹിന്ദുവിന് അദ്ദേഹം കൊടുത്ത അഭിമുഖത്തിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ശരിയാണെങ്കിൽ അതിനുതകുന്ന തെളിവുകൾ പൊതുസമൂഹത്തിന് മുമ്പിൽ പുറത്തുവിടാൻ അദ്ദേഹം തയ്യാറാവേണ്ടതുണ്ട്. കേരളത്തിന്റെ ഭരണകൂടം തയ്യാറാവേണ്ടതുണ്ട്. വിശിഷ്യ CPM എന്നുള്ള രാഷ്ട്രീയ പാർട്ടിക്കും അതിൽ ഉത്തരവാദിത്വമുണ്ട്. അവരുടെ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ കൂടിയായ മുഖ്യമന്ത്രിയാണ് ഇത്തരം ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനുതകുന്ന തെളിവുകൾ മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് ഇത്തരം ഒരു കാര്യമുണ്ടോ എന്ന് പറയേണ്ട സംഭവങ്ങൾ ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മലപ്പുറം ജില്ലയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സുജിത് ദാസ് IPS 3 വർഷത്തോളം അവിടെ അദ്ദേഹത്തിന് സമയം അനുവദിക്കുകയും അതിനിടയിൽ നടന്ന ആരോപണങ്ങളെ തുടർന്ന് പലവിധ സംഭവങ്ങൾ അവിടെ ഉണ്ടാവുകയും ആദ്യം മുതൽക്കേ ജില്ലയിൽ കേസുകൾ പെരുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും 12,000 കേസുകൾ എടുത്തു നിന്നും അത് 44,000 വരെ ഉയർത്തിയതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഉയർത്തപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഒരു FIR, 2 പ്രതികൾ ഒരു കേസിൽ വരുമ്പോൾ ഒരു FIR രജിസ്റ്റർ ചെയ്യേണ്ടതിന് പകരം 2 FIR രജിസ്റ്റർ ചെയ്യുന്നു. 5 പേരുണ്ടെങ്കിൽ ഒരേ FIR-ൽ 5 പേരെ ചേർക്കേണ്ടതിന് പകരം 5 FIR-കൾ വേറെ ചേർക്കുന്നു. ഇങ്ങനെ തുടങ്ങിയ ചെറിയ പെറ്റി കേസുകളിൽ പോലും വ്യത്യസ്തമായ FIR-കൾ ഇട്ട് കേസുകൾ പെരുകി കാണിക്കുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രിമിനൽ ജില്ലയായ മലപ്പുറത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഇപ്പോൾ ഈ പോലീസിന് കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ഈ ആഭ്യന്തര വകുപ്പിന് കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വാർത്തകളൊക്കെയും പുറത്തു വന്നിരുന്നു. അത് ആ ഒരു സംഭവത്തിലേക്കാണ് ഇപ്പോൾ പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ഇതിനെ കൊണ്ടുപോയി കെട്ടുന്നുള്ളത്. ഇത് സംഘപരിവാറിന് വേണ്ടി എന്ന് മാത്രമാണ് എന്ന് കേരളത്തിലുള്ള എല്ലാ സാമാന്യ മതേതര വിശ്വാസികൾക്കും ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സ്വീകരിക്കുന്ന സമീപനങ്ങളുടെ ബാക്കി പത്രമാണിത്. PV അൻവറിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പിന്തുണ സത്യം പറഞ്ഞാൽ ജനാഭിലാഷമാണ്. ജനങ്ങൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ PV അൻവറിലൂടെ പുറത്തു വന്നു എന്നുള്ളത് കൊണ്ടാണ് PV അൻവറിന് ഇത്രയും പിന്തുണ കിട്ടുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾക്കുതകുന്നമായ ഉത്തരങ്ങൾ പിണറായി വിജയൻ കൊടുക്കേണ്ടതുണ്ട്. നേരത്തെ VS അച്യുതാനന്ദൻ 20 വർഷം കൊണ്ട് കേരളത്തെ മുസ്ലിം രാജ്യമാക്കാനുള്ള ശ്രമങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലവ് ജിഹാദ് ഉണ്ട് എന്നുള്ള രീതിയിൽ പണം കൊടുത്തും അല്ലെങ്കിൽ സ്ത്രീകളെ മതം മാറ്റിയും ഒക്കെ ഇക്കാര്യം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതല്ലാതെ അതിനുതകുന്ന ഏതെങ്കിലും തെളിവുകൾ ഇതുവരെയും പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതും അത്രയും കാലം VS-ന്റെ ഭരണകാലം കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും അത് കഴിയാത്ത ഒരു ചരിത്രം കൂടി നമുക്ക് മുമ്പിലുണ്ട്. ആ ഒരു സംഗതിയിലേക്കാണ് ഇപ്പോൾ പിണറായി വിജയനും കൊണ്ടുപോയി കെട്ടുന്നുള്ളത്. ആത്യന്തികമായിട്ട് മുസ്ലിം വിരോധം മൂലം
പിണറായി വിജയന് കണ്ണു കാണാതായോ എന്ന് ചിലപ്പോൾ ചോദിക്കേണ്ടി വരും. എന്തൊക്കെയാണ് അദ്ദേഹം ഇത്തരം ഒരു പരാമർശങ്ങൾ നടത്തുമ്പോൾ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം സംഘപരിവാറിന്റെയോ RSSന്റെയോ കാര്യവാഹകോ അല്ലെങ്കിൽ അത്തരം ഉത്തരവാദപ്പെട്ടവരോ BJPയുടെ നേതാവോ അല്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ ഒരു സംഭവത്തിന്റെ പ്രത്യേകത എന്നാൽ കേരളത്തെ സംബന്ധിച്ചുള്ള ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടുള്ള വിഷയത്തിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ കൃത്യമായിട്ട് പിണറായി വിജയൻ പിന്തുണമായിട്ട് വന്നിട്ടുള്ളത് ശോഭാ സുരേന്ദ്രനും RV ബാബുവും അതുപോലെ തന്നെയുള്ള സംഘപരിവാറിനെ പിന്തുണക്കുന്ന കുഴലൂത്ത് സംഘങ്ങളുമാണ് എന്നതാണ് ഇതിന്റെ പ്രത്യേകതയായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പർട്ടിക്കുലർ സംഗതി കൊണ്ടുപോയി കെട്ടുന്നുള്ളത് കൃത്യമായിട്ട് പിണറായി വിജയൻ ഇസ്ലാമോഫോബിക് ആയിട്ട് മാറിയോ എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്കാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് അതിനുതകുന്നമായ തെളിവുകളും കൂടി കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലക്ക് പിണറായി വിജയൻ പുറത്തുവിടേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം തെറ്റായ വ്യാജ പ്രചരണങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി തന്നെ നടത്തുന്നു എന്ന് പറയേണ്ടി വരും.